ഹലോ ഗായ്സ്, എല്ലാവർക്കും സെറ്റ് വൺ വീലമണിയുടെ പുതിയ വീഡിയോക്കിലേക്ക് സ്വാഗതം. നമ്മൾ കാർ പാർക്ക് മൾട്ടിപ്ലെയർ ആയിട്ടാണ് ഗൈസ്. നമ്മളൊന്ന് ഡാൻസ് ഒക്കെ കളിച്ച് ചില്ലായിട്ടൊക്കെയാണ് ഗൈസ്. ഏതാ നമ്മളുടെ ഒരു വീട് വാങ്ങിയെന്ന് കഴിഞ്ഞ ദിവസം കണ്ടോ, അതാണ് നമ്മുടെ വീട് ഗൈസ്. ഏതാ അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ഒരു കട വാങ്ങാനുള്ള പരിപാടിയിലാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് ഗൈസ് എല്ലാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചേക്ക് ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? എങ്ങാണ്ട് കഴിഞ്ഞ ഷോർട്സിനെങ്ങാണ്ട് 138 വ്യൂസ് കിട്ടി. ആരും ചാനൽ സബ് ചെയ്യുന്നില്ല. അതെന്താണ്? നിങ്ങൾക്ക് സബ് ചെയ്യാവുന്ന പരിപാടികൾ അത് നിങ്ങളൊന്ന് സബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, നമുക്കപ്പോൾ വീഡിയോയിലിട്ട് കിടന്നാലോ? നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. കണ്ട ഗൈസ്, നമ്മുടെ ഇതാണ് വീട്. അടിപൊളി വീടല്ലേ? അതൊക്കെ പിന്നെ ഒരു ഹോം ടൂറായിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. വരുന്നുണ്ട് ഗൈസ്. ഏതാല്ലേ? ഇതാണ് നമ്മുടെ വണ്ടി. BMW ആണ്. ചേട്ടത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ വേറെ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നോക്കട്ടെ. അയച്ച പൈസ കിട്ടുമ്പോൾ നമ്മൾ സെറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഏതാ? ഓക്കെ ഗൈസ്, പതിയെ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ട്രക്ക് വാങ്ങിയിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ മുമ്പിൽ കാണുന്ന കടയും നമ്മുടെ ഇത് തന്നെയാണ് ഗൈസ്. നമ്മുടെ കട തന്നെയാണത്. അതും നമ്മുടെ കട തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ്? നോക്കുന്നതൊക്കെ കളക്ഷൻ എടുത്തിട്ട് പോകാൻ സെറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഓ, ചില നേരത്തെന്തോ അണ്ടർസ്റ്റാൻഡ് കയറിയത്. അതാണ് സീൻ. അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാം സബ് ചെയ്യുക ഗൈസ്. എല്ലാവരും അങ്ങോട്ട് സബ് അടിച്ച് വിളിച്ചേക്കുക. ഓക്കെ ഗായ്സ്, നമ്മൾ 1800 സംതിങ് 510 രൂപ കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് നേരെ വിട്ടേക്കാം ഗൈസ്. ഏതാ? പിന്നെന്താ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ മഴയൊക്കെ എങ്ങനെ? എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടാ ഗൈസ്? ഏതാ അല്ലേ? ഏതാ? മഴയുണ്ടോ ഗൈസ്? അവിടെയൊക്കെ കണ്ടോ? 2,42,235 രൂപയുണ്ട്. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുക. അണ്ടർസ്റ്റാൻഡ്? ഈ അണ്ടർസ്റ്റാൻഡ് എപ്പോഴും കയറി വരില്ല. എന്ത് കഷ്ടമാണ്. ഓക്കെ, നമുക്കിനി നേരെ കടലിലോട്ട് വിടാം. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റി. അവിടെ നിന്ന് ഇത്രയും കയറി വന്ന് നമുക്ക് നേരത്തെ ഒരു കട മേടിച്ചില്ലെന്നോ, അവിടെ വരെ നമുക്ക് പോകണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചടി അങ്ങോട്ട് ചെല്ലണം. അപ്പം നേരെ നമുക്ക് കത്തിച്ചിട്ടല്ലേ? എൻ്റെ പൊന്നെ, ഞാനൊന്നും വണ്ടിയിട്ടൊന്നും ചെയ്തില്ലേട്ടാ. പഴയ വണ്ടി ഇരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് എക്സോസ്റ്റ് മാറ്റി ബ്രേക്കും സെറ്റ് ചെയ്ത് കയറ്റം നോക്കിക്ക്. 116 ഏതല്ലേ ഗൈസ്? എൻ്റെ പൊന്നെ, കയറ്റം നോക്കിക്ക്. ചെറിയ ലാഗണെങ്കിൽ നമ്മൾ ക്ഷമിക്കേണ്ടതാണ് കേട്ടോ. എൻ്റെ ഫോണിൽ ഇച്ചിരി ലാഗുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ഫയറിലെ UID എങ്ങനെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ വീഡിയോ ഇടുന്നത് ഇന്നല്ല, നാളെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. എന്നുവെച്ചാൽ ഇന്ന് എഡിറ്റ് ചെയ്യാൻ നാളെ വീഡിയോ ഇടുക. അതാണ് എൻ്റെ പരിപാടി. പക്ഷെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഡിലേ ആണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പവറാക്കി കൊണ്ടുതന്നെയായിരിക്കും. ചെറിയൊരു ബ്രേക്ക് വന്നാണ് ഗൈസ്. എന്താ പറയുക, ഒരു ആശുപത്രി കേസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചൊന്ന് ബ്രേക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഏതല്ല വണ്ടി കയറണം. കേട്ട നോക്കി ഗൈസ്, BMW ആണ്. നമുക്ക് ഇത്ര ദൂരം പോകാണ്ട് പെട്രോൾ അടിക്കണം. അതാണ് ശരി.
പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. എവിടെയെങ്കിലും കയറി പെട്രോൾ അടിക്കാൻ നോക്കാം. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ കയറി പെട്രോൾ അടിക്കാൻ നൈസായിട്ട്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ ഗായ്സ്, നമ്മളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ അവിടെ എത്തും. ഇച്ചൂടി കഴിയുമ്പോൾ നമ്മളവിടെ എത്തും. നൈസായിട്ട് സ്കിഡ് ചെയ്യണ്ട ആണോ? ഇടിക്കും. അത് ശരി, സ്കിഡ് ചെയ്തിട്ടാൽ നമ്മളത് ഇടിക്കും, ഉറപ്പാണ്. ബ്രേക്ക് പിടിച്ചിട്ടിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ബ്രേക്ക് കിട്ടുള്ളൂ. കുഴപ്പമില്ല. അടി തട്ടുന്നുണ്ട്, വണ്ടിയുടെ അടി തട്ടുന്നുണ്ട്. ഗെയിമിൻ്റെ സൗണ്ട് ഇടില്ലെങ്കിൽ എൻ്റെ കുഴപ്പമല്ല, ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് ഇച്ചിട്ട് കുറച്ചിട്ടിട്ടാണ്. ഓവർ സൗണ്ടായ സീനാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത് കുറേ നേരം എടുക്കും. ഒരിറക്കം വന്നു ഗൈസ്. രാത്രി എത്ര മണിക്കായിരുന്നു? എത്ര 10:45 ഇരുന്ന് വീഡിയോയുടെ വോയിസ് ഓവർ ചെയ്യുന്ന ഞാനാണ് ഗൈസ്. ഏതാല്ലേ നമ്മുടെ ഫുൾ ടാങ്ക് അടിയിട്ടുണ്ട്. 136 രൂപ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ദൈവത്തറിയ എത്ര രൂപ പിടിച്ചത്. നമ്മുടെ കുറേ പൈസ ഉണ്ട്. ഇനി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇത് വാങ്ങാം, പൈസ കിട്ടും. ഇവിടെ തന്നെ നമുക്ക് പൈസ ഉണ്ട്. പുതിയ കട തുടങ്ങിയില്ലേ, അവിടെ നിന്നും പൈസ, എല്ലായിടത്തുനിന്നും പൈസ എടുക്കും ഗൈസ്. ഏതല്ലേ സീനല്ലേ ഗൈസ്, വിളിച്ചിട്ട് സീനാണോ ഗൈസ്? ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് പറപ്പിച്ചിട്ടുണ്ട്. സോറി. ലഗ് എൻ്റെ പൊന്നെ, ലഗ ഈശ്വര, ഭയങ്കര ലഗാണല്ലോ. ലാഗുണ്ട് ഗൈസ്. എൻ്റെ റെഡ്മി 10A ആണ്, അതുകൊണ്ട് ചെറിയൊരു ലാഗുണ്ടാവും. 3GB റാമേ ഉള്ളൂ. ചില നേരത്ത് മാത്രം സപ്പോർട്ടൊക്കെ ചെയ്യും, ചില നേരത്ത്. അതിനൊരു മൂടുണ്ടോ? അതിൻ്റെ മൂഡ് ഞാൻ അത് പെറുത്തിക്കുള്ളൂ. 55 രൂപ വീണ്ടും പിടിച്ച് ഗൈസ്. ഏതല്ലേ, വൈബാണ്, വൈബ്, ഫുൾ വൈബ് വണ്ടിയാണ്. നിങ്ങൾക്ക് എന്നെ ഫ്രണ്ടാക്കണമെങ്കിൽ ഫ്രീ ഫയറിലും ഫ്രണ്ടാക്കാം എന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ എൻ്റെ പൊന്നെ, നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ ബാക്ക് തേടില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം തട്ടിക്കയറും. കണ്ടത് വണ്ടി ഇരിക്കണ ഇത് നോക്കിക്ക്. കണ്ട ഏറ്റവും അടിയിൽ ഇച്ചിരി താന്നായിരിക്കണത്. അതുകൊണ്ട് നമ്മൾ ബാക്ക് വശം വെച്ച കയറ്റാളൂ ഈ വണ്ടി. ഞാൻ വേറെ വണ്ടി എടുത്തേനെ, തൽക്കാലം നമുക്ക് ഈ വണ്ടിയും കൊണ്ടുപോയി. ഇത് കണ്ട അവിടെ ഇടിച്ചു തന്നുണ്ട, അതാണ് സീൻ വണ്ടിക്ക്. അത്രേ ഉള്ളു, അതുകൊണ്ടാണ് കേസ്. ഏതല്ലേ, നമുക്ക് ഇങ്ങോട്ടാണ് കേസ് പോകേണ്ടത്. നമുക്ക് ഇങ്ങോട്ടാണ് കേസ് പോകേണ്ടത്. ഇങ്ങോട്ട് ചെന്ന് കത്തിച്ച് വിട്ടേക്കാം കേസ്. ലാഗുണ്ട്, ഭയങ്കര ലാഗ്. ഭയങ്കര ലാഗെന്ന് വെച്ചാൽ അമ്മയിലാകും. ഇവിടെ എന്താ കടയുണ്ടെന്ന് തോന്നുന്നു. ഓ പല അയ്യോ ഇപ്പോഴേ ജസ്റ്റ് മെസ്സേജ്. വീണ്ടും നമ്മൾ ഇല്ല ഭാഗ്യം. സോറി, ഐ എം സോറി ഗൈസ്. ഏതല്ലേ വണ്ടി കയറണോ? ലാഗുണ്ട്, പക്ഷെ കയറുന്നുണ്ട് കേട്ടോ വണ്ടി. 120. അത് പോയി തന്നു. അയ്യോ അയ്യോ, ലാഗ് വരുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിച്ചില്ലെങ്കിലേ വണ്ടി നേരം കണ്ട് വിട്ടുപോയാൽ നമുക്ക് പണി കിട്ടും കേസ്. എന്താ പറയുക, ലാഗ് അടിച്ച് എന്തെങ്കിലുമൊക്കെ നിന്ന് പോയാൽ നമുക്ക് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ബ്രേക്ക് പിടിച്ചപ്പോഴും നിൽക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല, എനിക്കറിഞ്ഞൂടാ.
അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം നമ്മൾ വണ്ടി ഓടിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് അന്വേഷിച്ചിട്ട് ബാക്ക് എടുത്ത് വണ്ടി എടുക്കാം. പോട്ടെ 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 നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പാർക്ക് ഇടാം ഗൈസ്. ഏതാല്ലേ വണ്ടി ലുക്കോ ഗൈസ്, വണ്ടി ഏതാ? കടവുള്ളതല്ലേ? കണ്ട ചേട്ടാ അടിപൊളിയല്ലേ വണ്ടി? കൊള്ളാന്നൊക്കെ കൊള്ളാടെ മോനെ, വണ്ടി കൊള്ളാം, അടിപൊളി അടിപൊളിയാണ്. ചേട്ടൻ വരെ പറഞ്ഞ് അടിപൊളിയാണ്. ഏതാ കട? അടിപൊളിയല്ലേ ഗൈസ്? ഡോണറ്റ് കടയാണ് ഗൈസ്, ഡോണറ്റ് കട. ചേട്ടാ ഇത് അടിപൊളി കട അല്ലേ ചേട്ടാ? നമ്മളങ്ങണ്ട് വാങ്ങി ഗൈസ്. ഏതാ? 2 രൂപ അങ്ങ് കിട്ടിയിട്ടുണ്ട്, 16 രൂപ കിട്ടിയിട്ടുണ്ട്, 12 രൂപ വീണ്ടും കിട്ടിയിട്ടുണ്ട്, 21 രൂപ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മള് ഏതാ? 16 രൂപയും കൂടി നമ്മൾ വീണ്ടും എടുത്തിരിക്കുന്നു അതിൻ്റെ അകത്തുനിന്ന്. ഒരു സുഖം അല്ലേ ഗൈസ്? നമുക്ക് നേരെ അങ്ങ് കത്തിച്ചു വിട്ടാലോ? വണ്ടി എന്താ കയറാത്ത? ഒരു റിവേഴ്സ് എടുത്ത് കയറ്റണേ. ഭയങ്കര ചടങ്ങാണ്, ഭയങ്കര ചടങ്ങ്. ഈ വണ്ടിയിൽ തന്നെ വരണ്ടായിരുന്നു. ഒരു ലുക്കിനാണ് ഞാൻ വണ്ടി എടുത്തിട്ട് വന്നത്. ഇടിച്ചു. ഇവിടെ റിവേഴ്സ് എടുക്കുക, ഒരു കറങ്ങിട്ട് പോയല്ലേ? റിവേഴ്സ് ഇട്ടാ റിവേഴ്സിനില്ല. ഈ വണ്ടിക്ക് എന്തോ റിവേഴ്സ് ഇട്ടാല് കറങ്ങളൊന്നും തോന്നും വേണ്ടിക്ക്. അങ്ങനെ എന്തോ ഇല്ലേ? അറിയാവുന്ന താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കാരണം കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നിങ്ങളാരും ഒന്നും കമൻറ്റ് ഇടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന് പോണത്. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഞാനത് എന്തെങ്കിലുമൊക്കെ നോക്കി ചെയ്യും. നിങ്ങൾ കമൻറ്റ് ഇടുന്നില്ല, സബ് ചെയ്യുന്നില്ല. ഓക്കെ, സബ് ചെയ്യാത്ത എന്താണ്? ഞാൻ വീഡിയോ ഇടാത്തുണ്ട്, നിങ്ങളെന്താ കമൻറ്റ് ഇടാത്തത്? കമൻറ്റ് ഇടിയണമെങ്കിൽ ഞാൻ കാണൂലേ? കാണുമ്പോൾ ഒരു വീഡിയോ ഇടാൻ എന്തെങ്കിലും തോന്നിയില്ലേ? അതങ്ങോട്ട് കണ്ടാക്കി ഇടും. പുതിയൊരു വീഡിയോ ഇടാൻ തോന്നുമ്പോൾ അതങ്ങോട്ട് ഇടും. പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. ഞാൻ വലിയ ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും വരുന്നത് ഗൈസ് അടുത്തായിട്ട്. അതിൻ്റെ കൂടെ പിന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നത് കാർ പാക്കിംഗ് മൾട്ടിപ്ലെയറും ഫ്രീ ഫയർ ആണ്. നേരത്തെ നമ്മൾ പബ്ജി കളിക്കുകയാണ്. തുടങ്ങാൻ ചെറിയൊരു പ്ലാനുണ്ട്. നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കണം. പബ്ജി അങ്ങനെ നിർത്തി വെച്ചിരിക്കണം. നേരത്തെ നമുക്ക് വീണ്ടും തുടങ്ങാം. നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് നോക്കാം. ചെറുതായിട്ട് എൻ്റെ അകത്തൊക്കെ കയറി ഒരു റൗണ്ട് കളിയൊക്കെ കളിച്ചിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അത് വീഡിയോ ഇടാൻ സാധ്യതയില്ല. ഷോർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തുള്ളൂ. അത് നിങ്ങൾ ഫസ്റ്റ് ചാനലിൽ അല്ല സെക്കൻഡ് ചാനലിൽ ഷോർട്സിൻ്റെ ഇത് അതിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ടാൽ മതി കേസ്. ഓക്കെ, എന്നാലും ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടേക്കാം. അതൊന്നും വരുമെന്ന് നേടൊന്നും ചോദിക്കരുതും, കമൻറ്റിലും ചോദിക്കരുതും. പക്ഷേ എനിക്ക് അത്ര സബ്ബൊന്നുമില്ല, 5 6 സബ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലായിടത്തും ഷെയർ ചെയ്യുക. എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നി ഞാൻ അത്ര ചെയ്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ട്. ഒന്നും പറ്റിക്കാണോ അതൊന്നുമില്ല, വണ്ടിക്ക് നല്ല ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തിനു വല്ല എനിക്ക് ഇല്ല ഈ എൻ്റെ ഞാൻ ബൈക്കിനിട്ടിടിച്ചിരിക്കുക. എന്നാ ഇടിയാടാ അത്? ഞങ്ങൾക്ക് ഇവിടെ അല്ല കട ഉണ്ടാകുന്ന കേട്ടോ, നേരം അതും കൊണ്ട് മേടിക്കല്ലോ. ഓക്കെ, വീണ്ടും ഉറക്കം പണി എന്താണെന്നുള്ള നമ്മൾ പറഞ്ഞ സബിൻ്റെ കാര്യം. നമുക്ക് 5 6 7 സബ്ബുകൾ, 6 5 അങ്ങനെ സബ്ബുകൾ. അത് നിങ്ങൾ മാക്സിമം സബ് ചെയ്ത് തരൂ.
ഞാൻ അത്ര പറയുന്നുണ്ട്. മാക്സിമം സബ് ചെയ്താ ഷെയർ ലൈക്ക് അത്ര ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട. കമൻ്റ് ഇടുക. പിന്നെ എൻ്റെ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അത്രയല്ലേ ഞാൻ പറഞ്ഞിട്ട്. പിന്നെ വേറെ എന്നാ അങ്ങനെയൊക്കെ പോകുന്നു. നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങാറായല്ലോ. വീട്ടിലൊന്നും കുത്തിയിരിക്കുന്നു. പഠിക്കണം. ഓക്കെ, ഞാനൊക്കെ ഉഴപ്പാണ്. പക്ഷെ ഞാൻ ചെറുതായിട്ടൊക്കെ പഠിക്കുകയും കിട്ടും. എനിക്ക് നല്ല മാർക്കുണ്ടാക്കുകയാണ് പറഞ്ഞത്. അന്നേരം നിങ്ങളും അതനുസരിച്ച് പഠിക്കണം. ഗെയിമിലൊന്നും കയറിയിരിക്കരുതും. അണ്ടർസ്റ്റാൻഡ്? എന്നെപ്പോലെ ഗെയിമിലൊന്നും കയറിയിരിക്കരുത്. ഞാൻ ഇച്ചിരി ഗെയിം അടിച്ചാണ്. ഇച്ചിരി ആവത്തുള്ളൂ. കുറച്ച് അതിനോടൊപ്പം ഞാൻ പഠിക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്കറിയാം, ഞാൻ പഠിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നുള്ളൂ. എൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ വേറെ കട തപ്പി പിടിച്ച് വന്നിട്ടുണ്ട്. എത്ര വന്നത്? 2 ലക്ഷം. വീണ്ടും 2 ലക്ഷം പണം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും വരാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എന്ന് പറയണക്കാഗ്രഹമുണ്ട്. പക്ഷെ വീണ്ടും ഈ ലെങ്ത് ആയതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് വീണ്ടും നോക്കിയിരുന്ന് ചെയ്യേണ്ടി വരും കേസ്. അതാണ് എനിക്കാണ് ഉറക്കോമൻ കേസ്. അയ്യോ എൻ്റെ മോനെ പഠിച്ച് ഈ കൂടുതൽ വണ്ടി ഇടിച്ചില്ലേ? ഈ വണ്ടിയുടെയൊക്കെ എൻജിനൊക്കെ ഡാമേജ് ആകും ഗൈസ്. അതാണ് സീൻ. എൻജിനൊക്കെ ഡാമേജ് പിന്നെ പറയാനുണ്ടാ? പണിയോട് പണിയായിരിക്കും നോക്ക് കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി കേടാന്ന് വെച്ചോ, നമ്മൾ ഏറ്റവും ദൂരത്താണ്. നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ അതിൻ്റെ അത്ര മേപ്പണ ആളുകൾ നമ്മുടെ വീടും കഴിഞ്ഞ് ഒരു നല്ല കിണ സിറ്റിയാണ്. കുറേ ദൂരം ഉണ്ടായിരുന്നാലും അന്നേരം അവിടെ പോകണമെങ്കിൽ നമ്മുടെ അന്നേരം ഒരു നല്ല കിണ്ണം ഇടിയെന്നൊക്കെ കിട്ടി. വണ്ടി പോയി എൻ്റെ ഒരു ശ്രദ്ധയില്ലാന്നുകൊണ്ട് വണ്ടി പോയി ഇടിച്ച്. അന്നേരം നമുക്ക് എൻജിൻ ഡാമേജ് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് അവിടെ നിന്ന് ഇവിടെ വരെ ഓടിച്ചോണ്ട് തന്നെ പാടുണ്ട്. എൻ്റെ പൊന്നോ, വണ്ടി സ്ലോ ആയി കളിക്കും. സ്ലോ എന്ന് വെച്ചാൽ അമ്മാരി സ്ലോ. എന്നിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് റെഡിയാക്കാം. കുറച്ച് ദിവസം എടുക്കും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് റെഡിയാക്കി എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് എൻജിനൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വരുമ്പോൾ 5-6 ദിവസമാവും. പിന്നെ വീണ്ടും നമ്മൾ വീഡിയോ കാണാനൊക്കെ തുടങ്ങും. ഇത്രയുള്ളൂ. ഏതാല്ലേ ചെല്ലണമല്ലേ ഗൈസ്? ഏതാ ഉറക്കം വേണ്ടി എന്താകാനുണ്ട് ഗൈസ്? ഭയങ്കര ഉറക്കം. ഏതാല്ലേ ഞാൻ ഇന്ന് ഇടിക്കുകയാണെങ്കിൽ നാളെ ഇടും. അതാണ്. കുത്തുപിടി ഹാൻഡിലൊന്നും വളക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് നമ്മളിങ്ങനെ നോക്കി മറ്റേ ആക്സിലേറ്റർ കൊടുത്തോണ്ടിരുന്ന മാത്രം മതി. വണ്ടി എങ്ങനെ ഓടിക്കയറിക്കുള്ളൂ. എത്ര അയ്യോ നല്ല കണ്ണടി ഇരിക്കാനെ. റീഫിൽ ദ കാർ. പണിയിട്ടേ ഇഞ്ചി മിഠായി കിട്ടി ഗായ്സ്. വേഗം പെട്രോൾ പമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് മരിക്കും ഗൈസ്. ചാതാണ്. ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞിട്ടോ. ചുമ്മാ രസം ഗെയിമല്ലേ. നമ്മളൊരു ചുമ്മാ രസത്തിന് ഇങ്ങനെ പറഞ്ഞു പോകണം. നമ്മൾ പിന്നെന്തോ എന്തൊക്കെ പറഞ്ഞായിരുന്നല്ലോ. നിങ്ങൾ കമൻ്റ് ഇടൂ, എന്നെ പ്രോത്സാഹിപ്പിക്കൂ. ഓക്കെ, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കൊണ്ടിരിക്കൂ. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഫ്രീ ഫയറിൻ്റെ പുതിയ വീഡിയോ ഉണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണം, കണ്ടിരിക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ അടിക്കണം. തീർച്ചയായിട്ടും ഷെയർ അടിക്കണം. അപ്പോൾ നമ്മുടെ എന്ത് വീഡിയോ അതിൻ്റെ പിയാൻ സമയമായിട്ടുണ്ട്. ഡ്രിഫ്റ്റ് അങ്ങോട്ട് ഇടുക. ഏതാല്ലേ ഡ്രിഫ്റ്റ് അങ്ങോട്ട് അടിച്ചിട്ട് ഏതാ
വീടിൻ്റെ കാർപ്പറ്റ് കൊണ്ട് കേറ്റടിച്ചിട്ടുണ്ട്. ഓക്കെ ചേട്ടായി ചേട്ടനോട് പറഞ്ഞല്ലേ ഇവിടെ കയറി കിടന്നു. അവിടെ നിന്നോ തൽക്കാലം. പൊക്കോ നിങ്ങളും പൊക്കോ, അവന്മാരവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എത്ര ഉണ്ടാകുന്നുള്ളൂ. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചേക്ക് ഗൈസ്. ബൈ ടാറ്റാ സീ യു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ ടാറ്റ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.